നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റാണ്. അതിന് വേണ്ടത് ബീഫാണെങ്കിൽ ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ മുളക്, കുറച്ച് മഞ്ഞൾ പൊടി, അതുപോലെ കരിയാപ്പില, സവോള, ഇഞ്ചി ചതച്ചത് എല്ലാം ഇട്ട് പറ്റിച്ചെടുത്തേക്കുന്നതാണ്. പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തേക്കുന്നതാണ്. ഇത് ഈ ഒരു ഏകദേശം ഒരു 1/2 കിലോളം വരും. ഓക്കെ. ഇനി സവോള, ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള ചെറുതായിട്ട് ഒരു 2ആക്കി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, കരിവേപ്പില. ഇത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കുക്കിങ്ങിലേക്ക് കയറാം. ആദ്യമായിട്ട് ഗ്യാസ് ഓണാക്കുക. അതിലേക്ക് അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ, പിന്നെ ആവശ്യാനുസരണം ചേർത്താൽ മതി. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവോള അരിഞ്ഞതിടാം. ഇത് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം ഇത് ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് സവോള ഇടാം, അരിഞ്ഞ് വെച്ചേക്കുന്നത്. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനെ വഴറ്റി. വേഗം വഴന്നു കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന്, പെട്ടെന്ന് ഗോൾഡൻ നിറത്തിലേക്ക് വരും. അപ്പോൾ പെട്ടെന്നൊന്ന് വാടും. അതിനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇതാവാൻ അതിനനുസരിച്ച് ചെറിയ താമസം വരും. അപ്പം അതിനെ അതിൻ്റെ രീതിയിൽ ഇടുക. ചെറിയ ബ്രൗൺ നിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് നമുക്കതിലേക്കില്ല. പിന്നെ ഈ ചിലക്ക് പുളി അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവില്ലേ, കുരുവും ജ്യൂസും കൂടി അങ്ങ് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് തക്കാളി അരിഞ്ഞിടുക. അപ്പം അത് വേഗം ഉടയില്ല. നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കൂടി മുളക് ആഡ് ചെയ്ത്. ഇപ്പം ഞാനൊരു 3 പച്ചമുളക് എടുത്തേക്കുന്നു. അധികം എരിയില്ലാത്തതാണ്. പിന്നെ വേവിച്ചപ്പം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. കാരണം നമുക്ക് അത് കഴിയുമ്പോൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. നല്ല കളറൊക്കെ ഇച്ചിരി ഭംഗിയിൽ കിട്ടും. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി ഇരിക്കും. ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതാകുമ്പോൾ നല്ല കളറായിരിക്കും. എന്നാൽ അത്ര സ്പൈസി ആയിട്ടല്ലതാണ്. നമുക്ക് ഇത് ഗ്യാസ് കുറച്ച് സിമ്മിലേക്കിടാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ. ആവശ്യമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇട്ട് ഒന്ന് വഴറ്റി. ഈ എണ്ണ തെളിയുന്ന നമ്മൾ, ഇല്ലെങ്കിൽ ആ മൂത്ത മണമൊക്കെ നമുക്ക് ആ മണം കിട്ടും മൂത്ത് കഴിയുമ്പോൾ. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയും കുറച്ച് ആഡ് ചെയ്യും. ഇത് നമുക്ക് ഒന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ
ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇത് നാടൻ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കോക്കനട്ട് ഓയിലായിരിക്കും നല്ലത്. ഇതിലേക്ക് ഇപ്പോൾ ഒരു നാടൻ സ്റ്റൈലിൽ പോകണമെങ്കിൽ വേണം നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിൽ ചേർക്കാം. ഒന്നെങ്കിൽ ബീഫ് വേവിക്കുന്നതോടെ തന്നെ തേങ്ങാക്കൊത്ത് കൂടി അരിഞ്ഞിട്ടിട്ട് വേവിക്കുക. ഇല്ലെങ്കിൽ അരിഞ്ഞത് ഇച്ചിരി നെയ്യിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താലും മതിയാവും. നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. ഞാൻ ഇച്ചിരി ഗ്രേവിയുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. മൂത്ത മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി അധികം ഉടയുണ്ട്, അതിൻ്റെ ചെറിയ ടേസ്റ്റ് വരുന്ന നല്ലതായിരിക്കും. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് വേവിച്ചതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചി ചതച്ചത്, കരിവേപ്പില, ഒരു സവോള അരിഞ്ഞത് ഒക്കെയാണ്. ഉപ്പ് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തേക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. വേവിച്ചെങ്കിൽ അതിൻ്റെ വെള്ളം മുഴുവൻ അങ്ങ് പറ്റിച്ചെടുത്തിട്ടില്ല. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് അങ്ങ് ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഉപ്പ് പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് സിമ്മിലേക്കിട്ട് കുറച്ച് നേരം ഒന്ന് പറ്റാനായിട്ട്, എന്നുവെച്ചാൽ അതിൻ്റെ ആ സ്റ്റോക്കും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, എല്ലാ വിഷവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു 3 മിനിറ്റോളം ഒന്ന് മൂടി നമുക്ക് വേവിക്കാം. ഏറ്റവും സിമ്മിലിടുന്നതായിരിക്കും നല്ലത്. നമുക്ക് നോക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ആ 3 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കണ്ടോ, ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ടാണ് ഞാൻ നിർത്തുന്നത്. ഇനി വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കണേ, ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ആ കരിവേപ്പില ഇടുന്നത് എന്തായാലും ഇടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും എപ്പോഴും. കരിവേപ്പില ഇട്ടു. ഓക്കെ, നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ആ ഗ്രീൻ ചില്ലിയും കറി ലീവ്സും തക്കാളിയൊക്കെ അതിനകത്തൊന്നും കാണാൻ പാകത്തിന്. എരിവ് പോരാന്ന് തോന്നുന്നു, ഇച്ചിരി കൂടി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. ഇത് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ആ ചെറുതായിട്ടൊന്ന് കുത്തിയരിഞ്ഞ സവോള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു രസമുണ്ട്. ടേസ്റ്റൊക്കെ വരുമ്പം ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസോ ഒക്കെ കൂടി നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡിയായി. ഓക്കെ.